ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനായിട്ട് 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓരോ കിലോന് 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്ന 5 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സവാള ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മാറ്റി വെച്ചുമ്പോഴത്തേക്കും 10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അത് നന്നായിട്ട് ഒരു റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 തക്കാളി എടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളീൻ്റെ കുരു മാറ്റുന്നത് നമുക്ക് കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനത് നന്നായിട്ട് ഈ തക്കാളി സവാളയുടെ അരിഞ്ഞ് ചേരുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ചെറിയ ചൂടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. തക്കാളി അങ്ങനെ സവാളയുടെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഇവിടെ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കണം. മല്ലിപ്പൊടി ആദ്യമേ ചേർക്കണം, കാരണം അതിന് ഇച്ചിരി കുത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണം, അതിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റമായ മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ മുളക് പൊടി 2.5 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പച്ചമുളക് ഇടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എരിവ് മതിയാവും. ഓവർ എരിവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഗരം മസാല 2 ടീസ്പൂൺ ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്തു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തത്. 2 കിലോ ചിക്കൻ 2 നേരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യാനായിട്ടുള്ള സമയങ്ങളില്ല. ഡ്യൂട്ടി ടൈമിൻ്റെ ഫ്രീ ടൈം അനുസരിച്ചാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ഏകദേശം ഒരു 6-8 പ്രാവശ്യം കഴുകി വിലക്കി വെച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിന് സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ചിക്കനിൽ മൊത്തം പിടിക്കുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു തള വരുന്നവരെ നമ്മൾ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ഗ്രേവി എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ആവശ്യം ഇതിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഉപ്പ് ഇട്ടുണ്ടായില്ല. നമ്മൾ ഉപ്പ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റോസുപ്പാണ് ചേർക്കുന്നത്. റോസുപ്പിന് നമുക്ക് നല്ല ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെ കറി റെഡിയായി. ഏകദേശം 1/2 മണിക്കൂറിന് ശേഷം കറി റെഡിയായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻസ് എല്ലാം